മനുഷ്യന്മാരുടെ ഇബാദത്തും കർമ്മങ്ങളും ഒക്കെ പരമാവധി മുടക്കാൻ നോക്കി. റജബ് 27 നോമ്പ് മുടക്കാൻ നോക്കി, ബറാഅത്തിന്റെ നോമ്പ് മുടക്കാൻ നോക്കി, മീലാദു ഷരീഫ് മുടക്കാൻ നോക്കി, യാസീൻ പാരായണം മുടക്കാൻ നോക്കി, മരിച്ച ഖബറിന്റെ അരികത്ത് ചെന്ന് പരിശുദ്ധ ഖുർആൻ ഓതി റബ്ബിനോട് ദുആ ചെയ്യുന്നത് മുടക്കാൻ നോക്കി. ഇങ്ങനെ തറാവീഹ് മുഅ്മിനീങ്ങൾ 20 റക്അത്ത് നിസ്കരിക്കുന്നത് അത് മുടക്കി 8 നോക്കി. ഇങ്ങനെ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ കംപ്ലീറ്റ്ലി മുടക്കാനുള്ള ശ്രമം നടത്തി. അതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ അടവാണ്. മനുഷ്യന്മാരുടെ ഇബാദത്ത് എങ്ങനെയെങ്കിലും ബാത്തിലാക്കാൻ, നഷ്ടപ്പെടുത്താൻ എന്താണ് ശ്രമം. അങ്ങനെ ഗവേഷണം ചെയ്ത് ഒരുപാട് പുതിയ രീതികൾ ഇവിടെ പല മൂവ്മെന്റുകളും കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇന്നേ വരെ കേൾക്കാത്ത ഒരുപാട് മസലകൾ. ആളുകളുടെ കർമ്മങ്ങൾ ബാത്തിലാക്കി അവരെ കുറ്റക്കാരാക്കുന്ന തലത്തിൽ തെറ്റായ രൂപത്തിൽ ഇസ്ലാമിന് അവതരിപ്പിക്കുന്ന രീതിശാസ്ത്രം വരുന്നത്. ഇത് പറയാതിരിക്കാൻ നിർവാഹമല്ല. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, ആർത്തവകാരിയായ ഒരു പെണ്ണ് അവൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതാനോ തൊടാനോ ഇസ്ലാമിൽ പാടില്ല, അത് ഹറാമാണ്. പക്ഷേ ആർത്തവകാരിക്ക് ഖുർആൻ ഓതുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളെ തെറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ ശാഫിഈ മദ്ഹബ് പ്രകാരം സ്വന്തം ഭർത്താവ് ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ വുളൂ മുറിയും. അപ്പോഴേക്ക് സ്വന്തം ഭർത്താവ് തൊട്ട് കഴിഞ്ഞാൽ, ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ വുളൂ മുറിയൂല എന്ന് പ്രസംഗിച്ച് ഒരുപാട് ആളുകളുടെ കർമ്മങ്ങൾ ബാത്തിലാക്കാനുള്ള ശ്രമം. ഇത് 2 എക്സാമ്പിളുകൾ മാത്രം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഗതി മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇവിടത്തെ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ ദീനിന്റെ കർമ്മങ്ങൾ, അത് ഒരു നിലക്കും മുടക്കാൻ കഴിയാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇനി എങ്ങനെങ്കിലും സുന്നികളുടെ അമലം കൊളാക്കി കളയാം, അവരെ ഹറാമ് ചെയ്യിപ്പിച്ചേക്കാം, അവരെ പരമാവധി അവർ ചെയ്യുന്ന അമലങ്ങ് പൊളിച്ചു കളഞ്ഞേക്കാം എന്ന് കരുതി ഇവിടെ തെറ്റായ മസലകളും തെറ്റായ രൂപത്തിൽ ദീനൻ അവതരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ജാഗരൂകരാവുകയല്ലാതെ നിർവാഹമല്ല. നല്ല രസകരമായി ഇസ്തിരിയിട്ട വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളും ആയിഷ ബീവിന്റെ ഹദീസൊക്കെ അവർ ഉദ്ധരിക്കും. അതിന്റെ അപ്പുറമോ ഇപ്പുറമോ ജനങ്ങളോട് പറയൂല. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. ആ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഷാഫി ഇമാമിനേക്കാൾ വലിയ മുഫ്തിയാവാൻ, 10 ലക്ഷം ഹദീസുകൾ മനപ്പാടമുള്ള ഹംബലി ഇമാമിനെക്കാട്ടിലും വലിയ പണ്ഡിതരാവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനും ഹദീസും ഒക്കെ കലക്കി കുടിച്ച, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കലക്കി കുടിച്ച ഋഷിതുല്യരായ മഹാപണ്ഡിതന്മാർ ഈ വിഷയത്തിലൊക്കെ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. ആ നിയമം ഫോളോ ചെയ്തേക്കാം. ഇന്നലെയോ മിനിയാന്നോ കണ്ട ആളുകൾ പുതിയ മസ്അലയുമായി പുതിയ ഹദീസുമായി വരുമ്പോൾ അവരെ പിന്നാലെ പോയിട്ട് അമലുകൾ പൊളിച്ചു കളയണ്ട. തറാവീഹ് 20 മുടക്കി 8 നോക്കി, നമ്മുടെ സകല നിസ്കാരം നോമ്പും സുന്നത്ത് നോമ്പും എല്ലാം കൊളമാക്കാനും അത് മുഴുവനും ബിദ്അത്താക്കാനും അത് മുഴുവനും നശിപ്പിക്കാനും ശ്രമിച്ചു. ഒക്കെ പരാജയപ്പെട്ടപ്പോൾ, ശ്രമങ്ങൾ മുഴുവനും തോറ്റുപോയപ്പോൾ പുതിയ അടവാണ്, ഇനി ആളുകളുടെ അമലങ്ങ് പൊളിച്ചു കളഞ്ഞേക്കാം. ഇതാണ് ഇവരുടെയൊക്കെ രീതിശാസ്ത്രം. ലാ ശക്ക ഫീഹി, ഒരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള മുഫ്തിന്മാരുടെ പുറകെ പോകാതെ ഇവിടത്തെ ഫുഖഹാക്കൾ പഠിപ്പിച്ച ദീന്, അള്ളയും റസൂലും പഠിപ്പിച്ച ദീന്, പാരമ്പര്യമായി നമ്മിലേക്ക് വന്നു ചേർന്ന ആ ദീന്, ആ സബീൽ, അത് ഫോളോ ചെയ്തേക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.